അപ്പോൾ ഈ പ്രാർത്ഥിക്കണമെന്നും അന്യഭാഷ പറയണമെന്നും ദൈവശക്തിയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചതും ആഗ്രഹിച്ചതും എന്താണ് ചിലർ ഇങ്ങനെ അവരുടെ ശുശ്രൂഷയിൽ മാത്രം വലിയ അത്ഭുതങ്ങൾ കാണുന്നു. ഇപ്പോൾ അപ്പസ്തോല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ കൈയാൽ ഏറിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ജനത്തിൻ്റെ ഇടയിൽ നടന്നു എന്നാണ് വായിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് അവർ അപ്പസ്തോലന്മാരായതുകൊണ്ടാണ്, അവർക്കെന്തോ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഏറിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തി 6:3 ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള, ആദ്യം നോക്കിയേ, 1 ആത്മാവ് വേണം, 2 ജ്ഞാനം വേണം, എന്നിട്ടാണ് നല്ല സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലർ പറയുന്ന പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഭയങ്കര വിശുദ്ധനാണ്. പക്ഷേ അവൻ്റെ സഭയുടെ ഒരു കാര്യം ചെയ്താൽ കുളമാകും, കാരണം അവന് ആത്മാവില്ല. ഇന്നിപ്പം നമുക്ക് അഭിഷേകമൊന്നും പ്രാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു നിലപാടിലേക്ക് വന്നിരിക്കുക. പക്ഷേ ബിരുദ പ്രാപിക്കാൻ ഒരു ഓട്ടമുണ്ട്. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. നല്ല സാക്ഷ്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ തന്നെ ആത്മാവ് നിറഞ്ഞവരെന്നുള്ളതാണ് ക്രൈറ്റീരിയ. അപ്പോസ്തല പ്രവൃത്തി 19 പൗലോസ് ചോദിക്കുകയാണ്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചായിരുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ അനുഭവം തീരുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരേണ്ടത് ആവശ്യമാണ്. വെള്ളം കുടിക്കുന്നത് പോലെയല്ല വെള്ളത്തിൽ മുങ്ങുന്നത്. നിന്റെ അകത്തും ആത്മാവ്, പുറത്തും ആത്മാവ് എന്നൊരു അനുഭവത്തിൽ നീ വരണം. ഉള്ളം കത്തുന്നൊരു അനുഭവമുണ്ട്. വചനം കേൾക്കുമ്പോൾ, വചനം നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുമ്പോൾ അകത്തൊരു കത്തലുണ്ടാകും. ആ തീ പോരാ, പിളർന്നിരിക്കുന്ന തീനാവ് നിന്റെ മേൽ വന്നിട്ട് നിനക്ക് തീ പിടിക്കണം.